ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ പതിപ്പിൽ കൃത്യമായി പറഞ്ഞാൽ 2014 കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. ഫുട്ബോളിനെ ലഹരിയായി കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തം ടീമായി നെഞ്ചിലേറ്റി. ISLൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കളികൾക്കും ലഭിച്ചിരുന്ന ആവേശം അതിന്റെ നേർക്കാഴ്ചയായിരുന്നു. മഞ്ഞപ്പട എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അറിയപ്പെടുന്നത്. ഗാലറിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മഞ്ഞപ്പടയെ ത്രസിപ്പിക്കുകയും കണ്ണീരണിയിപ്പിക്കുകയും ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഉടമകൾ ക്ലബിന്റെ മുഴുവൻ ഓഹരികളും വിൽക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നത്. നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് ക്ലബിന്റെ 100% ഓഹരികളും വിൽക്കാൻ പോകുന്നതായാണ് വിവരം. ISL തുടങ്ങാൻ വൈകുന്നതിനിടെയാണ് ക്ലബ്ബ് വിൽക്കാൻ ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ട്. പ്രസാദ് പൊട്ലൂരിയും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുമായിരുന്നു ക്ലബിന്റെ ആദ്യ ഉടമകൾ. കേരള ബ്ലാസ്റ്റേഴ്സിനായി സച്ചിൻ കേരളത്തിലെത്തി. സച്ചിന്റെ വിളിപ്പേരായ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നതിൽ നിന്നാണ് ടീമിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പേര് ലഭിക്കുന്നത്. സച്ചിന്റെ മേൽവിലാസത്തിൽ തുടങ്ങിയ ടീമിന് അതിവേഗമാണ് കേരളത്തിന് പുറത്തു പോലും സ്വീകാര്യത ലഭിച്ചത്. എന്നാൽ കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി നിറം മങ്ങി. 2016 നിമ്മഗഡ്ഡ പ്രസാദ്, നാഗാർജുന, ചിരഞ്ജീവി, അല്ലു അരവിന്ദ് എന്നിവരടങ്ങിയ കൺസോർഷ്യം ക്ലബിന്റെ 80% ഓഹരികളും വാങ്ങിക്കുകയായിരുന്നു. ആ സമയത്തും സച്ചിൻ ടീമിന്റെ ഭാഗമായി തുടർന്നു. പിന്നീട് 2018 തന്റെ 20% ഓഹരി നേരത്തെ പറഞ്ഞ കൺസോർഷ്യത്തിന് വിറ്റ് സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞു. 2021 ഈ കൺസോർഷ്യം മാഗ്നം സ്പോർട്സ് എന്ന് പേര് മാറ്റിയത്. നിമ്മഗഡ്ഡ പ്രസാദിന്റെ മകനായ നിഖിൽ ഭരദ്വാജാണ് ക്ലബിന്റെ ചെയർമാൻ. ISLലെ തുടർച്ചയായ മോശം പ്രകടനങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രാഫ് താഴാൻ കാരണം. ഒരു സീസണിൽ പോലും ചാമ്പ്യന്മാരാകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. 2014, 2016, 2021-22 സീസണുകളിൽ ഫൈനൽ കളിച്ചെങ്കിലും കിരീടപ്പോരിൽ വീണു. കഴിഞ്ഞ സീസണിൽ 8ാമതായാണ് ഫിനിഷ് ചെയ്തത്. മോശം പ്രകടനവും ആരാധകർ കൈവിട്ടതുമാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഇതേ തുടർന്നാണ് ഉടമകൾ ക്ലബ്ബ് വിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സ് ഓഹരികൾ വാങ്ങാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ചർച്ചകളും നടക്കുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചെന്ന വാർത്തകളെ നിഷേധിച്ച് കായിക രംഗത്തെ ചില പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇഞ്ചുറി ടൈമിലും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുത്തൻ പിറവിയാകും അത്.